ഹലോ നമസ്കാരം. നമ്മുടെ സിവിൽ 3D ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ ഈ വീഡിയോയിൽ കണ്ടിരുന്നത് എങ്ങനെ നമുക്ക് കോഡ് ഡോർ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ കുറേ വീഡിയോസ് ആയിട്ട് നമ്മൾ കോഡ് ഡോർ പ്രോസസ്സിങ്ങിലായി, അതായത് കോഡ് ഡോർ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ബാക്കപ്പ്, അതായത് പ്രൊഫൈല്, ഡിസൈൻ പ്രൊഫൈല്, അസംബ്ലി, അതുപോലെ ഗ്രേഡിങ്, ഇതെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് കോഡ് ഡോർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഹോമിൽ പോവുക. ഇപ്പോൾ ഓൾറെഡി നമ്മളെല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ പ്രൊഫൈലുണ്ട്. ഇത് നമ്മുടെ പ്രൊഫൈല്, ഇത് എക്സിസ്റ്റിംഗ് പ്രൊഫൈല്, ഇത് നമ്മുടെ ഡിസൈൻ പ്രൊഫൈല്. പിന്നെ അതുകൂടാണ്ട് നമ്മൾ അസംബ്ലി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ട്യൂട്ടോറിയൽ നമ്മൾ അസംബ്ലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോ നോക്കുക ആദ്യമായിട്ട് വരുന്നവർ. അപ്പോൾ നമുക്ക് ഇവിടെ പോയിട്ട് കോഡ് ക്രിയേറ്റ് ചെയ്യാം. ഹോമിൽ പോവുക, കോഡ് എന്നുള്ള സെക്ഷന് ക്രിയേറ്റ്. അപ്പോൾ കോഡ് കൊടുക്കുക. ഇത് കോഡ് നെയിം. അപ്പോൾ കോഡ് പ്ലസ് നെക്സ്റ്റ് കൗണ്ടർ അതാണ് വരുന്നത്. അതായത് കോഡ് 1 എന്നൊക്കെയുള്ള ഒരു കൗണ്ടറിൽ വരും. പിന്നെ ഇതിനകത്തുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റിക്കൊടുക്കാനുള്ളത് അലൈൻമെൻറ്റ് ആൻഡ് പ്രൊഫൈലിന് കൂടിയാണ് നമുക്ക് കോഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അല്ലാണ്ട് ഫീച്ചർ ലൈൻ അല്ല. ഇത് ബൈ ഡിഫോൾട്ടായിട്ട് വരും. നമുക്ക് വേണമെങ്കിൽ ഫീച്ചർ ലൈൻ ചെയ്ത് കൊടുത്താൽ. പിന്നെ കോഡ് സ്റ്റൈലൊക്കെ ബേസിക്. നമ്മളിപ്പോൾ ഒരു കോഡ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റൈൽ കൊടുക്കാം. നോർമലി വി ഡോണ്ട് റിക്വയർഡ്. പിന്നെ ഇതിനകത്ത് നമുക്ക് അലൈൻമെൻറ്റ് നമുക്ക് ഏതാണ് ചൂസ് ചെയ്യണം. അലൈൻമെൻറ്റ് 1 ആണോ 2 ആണോ. അപ്പോൾ അതുപോലെ ലേഔട്ട് 1 ആണോ, സർഫസ് അതായത് ഡിസൈൻ പ്രൊഫൈല് നമ്മൾ അലൈൻമെൻറ്റ് ചൂസ് ചെയ്യണം. അലൈൻമെൻറ്റ് പ്രൊഫൈൽ സർഫസ് 3 പ്രൊഫൈലാണോ അത് നമുക്ക് അറിയത്തില്ലെങ്കിൽ നമ്മളിവിടെ പോയാൽ നമുക്ക് നമ്മുടെ പ്രൊഫൈലും ഡിസൈൻ പ്രൊഫൈലും നമുക്ക് അറിയാൻ പറ്റും. ഓൾറെഡി ഇവിടെ സെൻറ്ററിൽ ആക്സിസ് 1 പ്രൊഫൈൽ എന്നുള്ളതാണ് നമ്മുടെ പ്രൊഫൈല്. അതിൽ ഇതാണ് ഡിസൈൻ പ്രൊഫൈൽ. ഡിസൈൻ പ്രൊഫൈൽ ലേഔട്ട് 1 എന്നുള്ളതാണ് ഡിസൈൻ പ്രൊഫൈൽ. അപ്പോൾ നമ്മൾ അലൈൻമെൻറ്റ് ഈ അലൈൻമെൻറ്റ് ആക്സിസ് 1 പ്രൊഫൈൽ അതാണ് നമ്മുടെ അലൈൻമെൻറ്റ്. അപ്പോൾ നമ്മൾ പോവുക, കോഡ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ പേര് കൊടുക്കേണ്ട, പേര് നെക്സ്റ്റ് കൗണ്ടർ വന്നോളും ഓട്ടോമാറ്റിക്കായിട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ 2 ക്രിയേറ്റ് ചെയ്തെങ്കിൽ 3 ഇവിടെ ഡിഫോൾട്ടായിട്ട് വന്നോളും. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഡിഫോൾട്ടായിട്ട് നെയിം അല്ലെങ്കിൽ ഇത് മൊത്തമായിട്ട് മാറ്റി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പേര് കൊടുക്കാം. പിന്നെ അലൈൻമെൻറ്റ് ആൻഡ് പ്രൊഫൈല്, പിന്നെ അതിൽ ആക്സിസ് 1 എന്നുള്ള അലൈൻമെൻറ്റ്, പിന്നെ ലേഔട്ട് 1 എന്നുള്ള ഡിസൈൻ പ്രൊഫൈല് നമ്മൾ ചൂസ് ചെയ്തു. പിന്നെ അസംബ്ലി നമ്മൾ ഓൾറെഡി അസംബ്ലി 1 എന്നുള്ള ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചൂസ് ചെയ്ത് നോക്കുക. ടാർഗറ്റ് സർഫസ്, ഈ മെയിൻ സർഫസിനെയാണ് ടാർഗറ്റ് സർഫസ്. അത് നമ്മൾ സർഫസ് 1 എന്നുള്ള മെയിൻ സർഫസിലേക്ക് ചൂസ് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു കോഡ് പ്രോപ്പർട്ടീസ് ഓപ്പൺ ആയി വരും. ഇതിനകത്ത് നമ്മൾ ഒന്നുകൂടി ചെക്ക് ചെയ്ത് കൊടുക്കുക. അസംബ്ലി നമ്മൾ കറക്റ്റാണോ, പാരാമീറ്റേഴ്സ് എല്ലാം കറക്റ്റാണോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ അപ്ലൈ കൊടുക്കുക. അപ്പോഴത്തേക്കും റീബിൽഡ് കോഡിനേറ്റ് വരും. റീബിൽഡ് ദ കോഡ് ഓർ. അപ്പോൾ റീബിൽഡ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ കോഡ് ഓർ ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ആയി. ഇതാണ് നമ്മുടെ പ്രൊഫൈലും ഡിസൈൻ പ്രൊഫൈലും. ഇവിടെ നമ്മൾ കോഡ് ക്രിയേറ്റ് ആയി. നമുക്ക് വേണമെങ്കിൽ കോഡ് കറക്റ്റാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഡ്രൈവ് കൊടുത്ത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ക്രോസ് സെക്ഷൻ ടെമ്പററി ആയിട്ട് ക്വിക്ക് പ്രൊഫൈൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ക്വിക്ക് പ്രൊഫൈൽ എടുത്ത് ഞാൻ നോക്കുകയാണ്. ഇപ്പം ക്വിക്ക് പ്രൊഫൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രേഡിംഗ് ഗ്രൂപ്പ് സർഫസ് 1 എന്നുള്ള 2 സർഫസും ആഡ് ചെയ്ത് ഓക്കെ കൊടുക്കാം. പിന്നെ പക്ഷേ വേറെ പ്രശ്നമുണ്ട്, നമ്മളിവിടെ കോഡ് സർഫസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് കോഡ് സർഫസ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കോഡ് സർഫസ് ഇവിടെ കാണിക്കത്തുള്ളൂ. അപ്പോൾ ആ കോഡ് സർഫസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോഡ് പ്രോപ്പർട്ടി പോവുക, അതിൽ സർഫസ് എന്നുള്ളത് പോവുക. സർഫസ് ഇതാണ് സർഫസ്. അത് നമ്മൾ സർഫസ് ക്രിയേറ്റ് സർഫസ് എന്നുള്ളത് കോഡ് സർഫസ് എന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കോഡ് സർഫസ് ആയി, പക്ഷേ അതിന് കോഡ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഏത് കോഡ് വെച്ചിട്ടാണ് നമ്മൾ സർഫസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡേ ലൈറ്റാണ് മെയിനായിട്ട് എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. നമുക്ക് കുറേ പേയ്മെൻ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി പേയ്മെൻ്റ് ഉണ്ട്, ഡിച്ച് ഉണ്ട്, സബ് ബേസ് ഉണ്ട്, ബേസ് ഉണ്ട്. അപ്പം പേയ്മെൻറ്റ് ഡാറ്റം എല്ലാം ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ മേജറായിട്ട് ഉപയോഗിക്കുന്നത് ഡേ ലൈറ്റ് മാത്രമാണ്. ഡേ ലൈറ്റ് ഫസ്റ്റ് ഡേ ലൈറ്റ് കൊടുക്കുക, ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഡേ ലൈറ്റ് കട്ടും ഡേ ലൈറ്റ് ഫില്ലും കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡേ ലൈറ്റ് കട്ടും ഫില്ലുമായി. അത് കഴിഞ്ഞ് ബൗണ്ടറിയിൽ പോയിട്ട് ഏതാണ് ഔട്ടർ ബൗണ്ടറി, അതായത് ഒരു സർഫസ് ഉണ്ടെങ്കിൽ സർഫസിൻ്റെ ഒരു ബൗണ്ടറി വേണമല്ലോ. അപ്പോൾ ആ ബൗണ്ടറി എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ സർഫസ് കോഡ് 1 എന്നുള്ള സർഫസിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കോഡ് എക്സ്റ്റെൻഡ് ആസ് ഔട്ടർ സർഫസ് വേണമെങ്കിൽ ഔട്ടർ ബൗണ്ടറി കൊടുക്കാം, അല്ലെങ്കിൽ ആഡ് ഓട്ടോമാറ്റിക്കലി എവിടെയാണെന്ന് വെച്ചാൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ക്രൗണിൽ വേണോ, അല്ലെങ്കിൽ ക്രൗൺ സബ് ബേസ്, ഡേ ലൈറ്റ്, ഡിച്ച് ഇൻ, ഡിച്ച് ഔട്ട്, EPS സബ്, ETW എൻഡ് ഓഫ് ETW സബ് ബേസ്, അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഡേ ലൈറ്റ് ആയതുകൊണ്ട് ഡേ ലൈറ്റ് കൊടുക്കുക, അപ്ലൈ കൊടുക്കുക, റീബിൽഡ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ കോഡ് സർഫസ് ഇവിടെ ക്രിയേറ്റ് ആയി. ഇപ്പോൾ നമ്മളിപ്പം ഇതിവിടെ ഒരു ക്രോസ് സെക്ഷൻ കട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ക്വിക്ക് പ്രൊഫൈൽ ഉണ്ടോ, കോഡ് സർഫസ് ഇവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വെച്ച് നമുക്കിത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മൾ കോഡ് ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ആയി. കാരണം നമ്മൾ ആ പർട്ടിക്കുലർ പോർഷനിൽ ഫില്ലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ എക്സിസ്റ്റിംഗ് പ്രൊഫൈൽ, ഇത് നമ്മുടെ കോഡ് പ്രൊഫൈൽ.
അത് എക്സിസ്റ്റിംഗ് പ്രൊഫൈലിലേക്ക് മെർജായിട്ട് നമ്മൾ കോഡോർ പ്രൊഫൈൽ വന്നിരിക്കുകയാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. കണ്ടോ, നമ്മുടെ ഡിസൈൻ പ്രൊഫൈൽ ഇപ്പോൾ ഹൈ ആണ്, അതുപോലെ എക്സിസ്റ്റിംഗ് സർഫസ് ലോ ആണ്. അപ്പോൾ ആ ഡിഫറൻസ് ആണ് നമുക്ക് അവിടെ വന്നിരിക്കുന്നത്. അപ്പം ഇതുപോലെ നമുക്ക് ചെയ്യാം. ഇതുപോലെയാണ് നമ്മൾ കോഡോർ ക്രിയേറ്റ് ചെയ്ത് സർഫസ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ കോഡോർ ഓൾറെഡി ഇവിടെ വന്നിട്ടാണ് കോഡോറിനകത്ത് കോഡോർ 1 എന്നുള്ളത്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യുകയോ, ഇപ്പം നമുക്കിപ്പം ഈ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഈ അലൈൻമെൻറ്റൊക്കെ നമുക്കൊന്ന് മാറ്റണം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് മാറ്റുന്നത് രണ്ട് രീതികളാണ്. ഒന്ന് ഡിസൈൻ പ്രൊഫൈലിനകത്ത് മാറ്റും, പിന്നെ രണ്ടാമത്തെ അസംബ്ലിക്കകത്ത് മാറ്റും. ഈ അസംബ്ലിക്കകത്ത് ഇപ്പം ഇനിയിപ്പോൾ ഇതിൻ്റെ കട്ട് സ്ലോപ്പും ഫിൽ സ്ലോപ്പൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യണം. നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി സ്റ്റീമായിട്ട് കട്ട് ചെയ്യാം. അതിപ്പോൾ ക്വാണ്ടിറ്റി കൂടുതലായിപ്പോയി എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പൊക്കെ ചേഞ്ച് ചെയ്തിട്ട് റീബോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോഡോർ റീബോൾട്ട് കൊടുക്കണം. അപ്പം നമുക്ക് ഇവിടെ നമുക്ക് ഇത് ജസ്റ്റ് വേണമെങ്കിൽ ഇതൊന്ന് ഡ്രാഗ് ചെയ്ത് വെക്കാം. ഇതിങ്ങനെ ഡ്രാഗ് ചെയ്ത് വെച്ചാൽ നമ്മൾ അലൈൻമെൻറ്റ് ഡിസൈൻ പ്രൊഫൈൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് താഴേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചാൽ മതി. ഡിസൈൻ പ്രൊഫൈൽ നമ്മൾ താഴേക്ക് ഇറക്കി. അപ്പം ഈ ഡിസൈൻ പ്രൊഫൈൽ ഓൾറെഡി നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് നമ്മളിപ്പം കോഡോർ പോയി വേണമെങ്കിൽ അതവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. കാരണം ഇവിടെ എന്താ പറയുക, ഈ കോഡോർ റീബിൽഡ് ചെയ്യണം. അപ്പോൾ റീബിൽഡ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ ചെക്ക് ചെയ്താൽ ചിലപ്പം സെയിം പോർഷനിൽ നമ്മൾ ഒരു ക്രോസ് സെക്ഷൻ കൂടെ എടുത്താൽ ചിലപ്പോൾ അത് ഏകദേശം മെർജായി വന്നിരിക്കുന്നുണ്ടാവും. അതായത് പ്രൊഫൈലുകൾ രണ്ടും കൂടെ സെയിം ആയിരിക്കും. അപ്പോൾ എടുത്ത പോർഷൻ നമ്മൾ എവിടെയൊന്നും കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഇവിടേക്ക് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഓൾറെഡി ഫില്ലാണ്. ഇതുണ്ടോ, ഇത് ഈ റെഡ് മാർക്കാണ് കട്ട്. അപ്പോൾ റെഡ് മാർക്കിലേക്ക് നമ്മളിത് മൂവ് ചെയ്ത് വെച്ചാൽ ഇപ്പോൾ നമ്മളെ പ്രൊഫൈലിൽ പോവുകയാണെങ്കിൽ കണ്ടോ, അത് കട്ടിലേക്ക് പോകും. നേരത്തെ ഫില്ലിലല്ലായിരുന്നു, അപ്പോൾ കട്ടിലേക്ക് പോയി. ഇങ്ങനെയാണ് നമ്മൾ കോഡോർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഇത് ഡ്രൈവ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ നോക്കാം. നമ്മുടെ ചുമ്മാ ഒരു പ്രസൻറ്റേഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ ക്രൗൺ ചൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡ്രൈവ് കൊടുക്കാം. അപ്പോൾ ഡ്രൈവ് കൊടുക്കുമ്പോൾ എത്ര സ്പീഡും കാര്യങ്ങളും ഐ പൊസിഷനും എല്ലാം നമുക്കിവിടെ ചെയ്യാം. അതുപോലെ റിവേഴ്സ് സ്പീഡാണോ ഫോർവേഡ് സ്പീഡാണോ ഏതാണെങ്കിലും നമുക്ക് കൊടുക്കാം. സ്പീഡ് 64 km അതുപോലെ എല്ലാം കൊടുക്കാം. നമ്മളിപ്പോൾ പ്ലേ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കോഡ് കൊടുക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പോകുന്നത് നമ്മൾ കാണാം. അപ്പോൾ കോഡോർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ അടുത്ത ദിവസം ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.